ഹായ് അസ്സലാമലൈക്കും ബിസ്മി കിച്ചണിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി ചായയുടെ റെസിപ്പി ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓണാക്കി കൊടുക്കാം. വെറൈറ്റി ആയിട്ടുള്ള 2 സ്പെഷ്യൽ ചേരുവകൾ ചേർത്തിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചായയാണ് കേട്ടോ. ഇത് ഒരു പ്രാവശ്യം കുടിച്ചാൽ വീണ്ടും വീണ്ടും ഉണ്ടാക്കി കുടിക്കാൻ തോന്നും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പം ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ആക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കരുത്. വീഡിയോ കാണുമ്പോൾ തന്നെ ഒരു ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഞാൻ 2 ഏലക്ക എടുത്തിട്ടുണ്ട്. ഞാൻ ഫ്ലെയിം ഓൺ ആക്കി കൊടുത്ത് ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. 2 ഏലക്കയൊന്ന് ചതക്കിയിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതാണ് ഒന്നാമത്തെ സ്പെഷ്യൽ ചേരുവ. രണ്ടാമത്തത് നമ്മൾ പുതിന ഇലയാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ പുതിന ഇല കേട്ടോ. ഞാനൊരു 3 അതിൻ്റെ ഒരു കൂമ്പ് ഭാഗം ഇങ്ങനെ എടുത്തിട്ട് 3 എണ്ണമാണ് എടുക്കുന്നത് കേട്ടോ. ഒരു 4-5 ഇലയൊക്കെ ഉണ്ടാവും, ചെറുതാണ്. അപ്പോൾ അതുകൂടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതുകൂടെ നമുക്ക് ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. വെള്ളം ഒന്ന് ചൂടായി വരുന്നതേ ഉള്ളൂ കേട്ടോ, തിളച്ചിട്ടൊന്നുമില്ല, ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പം തന്നെ നമുക്ക് ഏലക്കയും ഈ പുതിനയിലയും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. ഏകദേശം 1 മിനിറ്റോളം നമ്മളിത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളക്കണം. അപ്പോൾ ഈ പുതിന ഇലയുടെ എല്ലാ സത്തും ആ വെള്ളത്തിലേക്ക് ഇറങ്ങും. അതുപോലെ തന്നെ പുതിന ഇലയുടെ നല്ല ഫ്ലേവർ ഇറങ്ങുകയും ചെയ്യും, നന്നായിട്ട് പുതിന ഇല വേകുകയും ചെയ്യും. അതുപോലെ തന്നെ ആ ഏലക്കയും നന്നായിട്ട് അതിൻ്റെ ഫ്ലേവറൊക്കെ വെള്ളത്തിലേക്ക് ഇറങ്ങും. ആ സമയത്ത് നമുക്കിതിലേക്ക് 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. നമ്മൾ വെള്ളം അളന്നെടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ 1.5 കപ്പ് പാലാണ് എടുത്തിട്ടുള്ളത്. അതുകൂടെ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളിത് തിളക്കാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതിലേക്ക് 1.5 ടീസ്പൂൺ, നമ്മൾ ഏകദേശം 2 ഗ്ലാസ് ചായയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് 1.5 ടീസ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കടുപ്പത്തിനനുസരിച്ച് ചേർക്കാം. ഈ 1.5 ടീസ്പൂൺ ചായപ്പൊടി ഈ 2 ഗ്ലാസ്സിലേക്ക് കറക്റ്റ് കടുപ്പൊക്കെ പാകമാണ് കേട്ടോ. ഓവറും അല്ല എന്നാൽ കുറച്ചും അല്ല, നല്ല കറക്റ്റ് പാകമാണ്. നിങ്ങൾക്ക് ഇനി നല്ല ഓവർ വേണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണൊക്കെ എടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ചേർക്കാം. ഇതും പാകത്തിനുള്ള മധുരം ഉണ്ടാകും, കുറവുമല്ല കൂടുതലുമല്ല, പാകത്തിന് കുടിക്കാൻ പാകത്തിനുള്ള മധുരത്തിലാണ് നമ്മൾ റെഡിയാക്കുന്നത്. ഇനി ഇതെല്ലാം പാടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം. ഈ സമയത്ത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്, ലോയിലല്ല, ചെറുതെ ഒരു ലോയിൻ്റെ മീഡിയത്തിൻ്റെ ഇടയിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഇതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കുറച്ചിട്ട് 1 മിനിറ്റോളം ഇതൊന്നിങ്ങനെ തിളപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ചായപ്പൊടിയുടെയൊക്കെ സത്ത്, അതിൻ്റെ ആ ഒരു ഫ്ലേവറൊക്കെ നന്നായിട്ട് ഇറങ്ങി, കടുപ്പൊക്കെ ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും ഈ ചായ. ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ പിന്നെ ചായ ഇങ്ങനെ ഉണ്ടാക്കുള്ളൂ. പുതിന ഇല ഇട്ടിട്ട് നിങ്ങൾ പിന്നെ എന്താ പറയുക, കട്ടൻ ചായയൊക്കെ നമ്മൾ സാധാരണ ഉണ്ടാക്കലുണ്ട് അല്ലേ. നിങ്ങൾ പാൽ ചായ പുതിന ഇല ഇട്ട് ഉണ്ടാക്കി നോക്കുള്ളൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാകും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചായയാണ്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളച്ച് വന്നേ, 1 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വെച്ച് തിളച്ചതിന് ശേഷം നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മളിത് ഫ്ലെയിം ഓഫാക്കി കൊടുക്കുക. ഓഫാക്കിയിട്ട് ഞാനൊരു 2 മിനിറ്റ് ഇതൊന്ന് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഫ്ലെയിം ഓഫാക്കിയിട്ടാണ് ഇത് 2 മിനിറ്റ് അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇനി നമുക്കിത് അങ്ങനെ അടച്ചു വെച്ചതിന് ശേഷം മാത്രം 2 മിനിറ്റോ 3 മിനിറ്റോ ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്താൽ മതി. അപ്പം നല്ലൊരു ഫ്ലേവർ ആയിരിക്കും, നല്ല ടേസ്റ്റും ആയിരിക്കും ചായക്ക്. ഇനി നമുക്കിതൊരു കപ്പിലേക്ക് അരിച്ചെടുക്കാം. ഇപ്പം ചായയൊക്കെ രാവിലെ ഒരു ഉഷാറായിട്ടൊരു ചായയൊക്കെ കുടിച്ചു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ. എനിക്ക് അങ്ങനെയായിട്ടോ, നല്ലൊരു ഉഷാർ ചായ കിട്ടിക്കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ നല്ലതായിരിക്കും. ചായ മോശമായാൽ ദിവസവും മോശമാകും, അങ്ങനെ തോന്നിയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ചായ ഉഷാറായിട്ട് കിട്ടുന്ന ദിവസം നല്ല ഉഷാർ തോന്നിയിട്ടുണ്ടോ? ഉണ്ടെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇപ്പോൾ ഞാൻ ഇതൊന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ അടിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഏത് കപ്പിലേക്കാണോ ഏത് ഗ്ലാസ്സിലേക്കാണോ സെർവ് ചെയ്യുന്നത് അതിലേക്ക് ഇതേപോലെ ഒന്ന് നന്നായിട്ട് പൊക്കി ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അങ്ങനെ ഇങ്ങനെ അടിച്ചെടുക്കുന്നതിൻ്റെ ആ ഒരു ഫീല് വന്നോളൂ, ആ ഒരു എന്താ പറയുക, ആ ഒരു ടേസ്റ്റ് കിട്ടും നമുക്ക്. അപ്പോൾ ഇത്രേ ഉള്ളൂ. വളരെ സിമ്പിളായി ചെയ്തെടുക്കാവുന്ന നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ചായയുടെ റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായം അറിയിക്കണം, ലൈക്കും ചെയ്യണം കേട്ടോ. ബിസ്മി കിച്ചൺ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തിരുന്ന ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെച്ചാൽ മാത്രമേ നമ്മുടെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് എത്തുള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് എത്തുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.